കടുവ കൂട്ടിലായിരിക്കുന്നു. പക്ഷേ സ്ഥലത്തു നിന്ന് കടുവയെ മാറ്റാൻ വനംവകുപ്പിനെ നാട്ടുകാർ അനുവദിക്കുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. രാവിലെ മുതൽ അവിടെ തമ്പടിച്ച നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയാണ്. കടുവയെ കൊല്ലണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വനംവകുപ്പിന് അവിടെ നിന്ന് കടുവയെ മറ്റൊരു കാട്ടിലേക്ക് മാറ്റാനുള്ള സാഹചര്യം നിലവിലില്ല. വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ വനംവകുപ്പിനെ തടയുകയാണ്. മാത്രമല്ല മറ്റൊരു സാധ്യത റേഡിയോ കോളർ ധരിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ജനപ്രതിനിധികളുമായും പോലീസും ഒക്കെ ഇടപെട്ടിട്ടും നാട്ടുകാർ മാറില്ല എന്നാണ് പറയുന്നത്. കടുവയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആരോഗ്യത്തിലുള്ള ആശങ്ക കൂടി നിൽക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം കരുവാരക്കുണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ജനക്കൂട്ടമാണ് ഉള്ളത്. കടുവയെ ഉടൻ മാറ്റുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായി വരുന്നു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, ഇപ്പോഴെന്താണ് അവസ്ഥ? മുറിവിൽ നിന്ന് രക്തം വരുന്ന സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു ചികിത്സ നൽകേണ്ടതുണ്ട്. അത് ഇങ്ങോട്ടേക്ക് വന്ന് ഡോക്ടർമാർ ഇവിടെ വെച്ച് നൽകുക എന്നുള്ളത് പ്രാവർത്തികമല്ല. പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ കടുവയെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇങ്ങോട്ടാണ് മാറ്റുന്നത് സംബന്ധിച്ച് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു വ്യക്തത നൽകിയിട്ടില്ല. കാരണം അവിടെ വലിയ പ്രതിഷേധം ഒക്കെ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിലൊരു ഇപ്പോൾ വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കടുവയെ കൊല്ലണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ കാട്ടി തുറന്നു വിടില്ല എന്നുള്ള ഉറപ്പ്, അത് വാക്കാൽ പോരാ, അത് കൃത്യമായി എഴുതി, അതായത് ഔദ്യോഗികമായി എഴുതി നൽകണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ മുൻപൊക്കെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വാക്കാൽ പറഞ്ഞു പോവുകയും അതായത് ഇതിനെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് ഉറപ്പ് നൽകി പോവുകയും ഇവയെ കാട്ടിൽ തുറന്നു വിടുന്ന അനുഭവം നേരത്തെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പല ഘട്ടങ്ങളിലും ഇവിടുന്ന് പിടിക്കുന്ന വന്യജീവികളെ കാട്ടിൽ തന്നെ തുറന്നു വിടുകയാണ്. അത് പല ഘട്ടങ്ങളിലും വാക്കാൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നെങ്കിലും പിന്നീട് കാട്ടിൽ തന്നെ, അതായത് സമീപ കാട്ടിൽ തന്നെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ കടുവയെ കൃത്യമായി കാട്ടിൽ തുറന്നു വിടില്ല എന്ന് കൃത്യമായി എഴുതി ഉറപ്പ് നൽകണം എന്നുള്ള ആവശ്യം ആണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധത്തിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പോകുന്നത്. പക്ഷേ ഈ കടുവയെ ഇവിടെ നിന്ന് ഉടനടി മാറ്റുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഈ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനി സംഭവിച്ചാൽ ഒരു പക്ഷേ അത് മറ്റു നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ മാറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആളുകളെ എല്ലാ വിധത്തിലും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. ശരി ജംഷീർ, എന്തായാലും വലിയ സംഘർഷാവസ്ഥ കൂടി സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വൻ ജനക്കൂട്ടമാണ്. കടുവയെ അവിടെ നിന്ന് മാറ്റാൻ ഒരു തരത്തിലും നാട്ടുകാർ അനുവദിക്കുന്നില്ല. കരുവാരക്കുണ്ടിൽ ഇന്ന് രാവിലെയാണ് കടുവ കൂട്ടിലാകപ്പെട്ടത്.